പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി നമ്മുടെ കുടുംബ സാമൂഹിക ജീവിതത്തിൽ സൽസ്വഭാവികളാവേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത്. സത്യവിശ്വാസികളെന്ന നിലയിൽ നാം കൈവടിയേണ്ട ദുർഗുണങ്ങളാണ് ഇനി നാം അറിഞ്ഞിരിക്കേണ്ടത്. നാം അടിയന്തരമായി നമ്മുടെ ജീവിതത്തിൽ കൈവടിയേണ്ടുന്ന ദുർഗുണങ്ങൾ, അതിലേറ്റവും ഗൗരവമർഹിക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്ന ദുർഗുണം. അഹങ്കാരം എന്ന് പറയുന്ന ആ ദുർഗുണത്തിൻ്റെ ദുസ്വഭാവത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. അള്ളാഹു ദുർഗുണങ്ങളെ, ദുസ്വഭാവങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് കൈവടിയാൻ നമുക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കിബർ എന്നാണല്ലോ പറയുക. അഹന്ത, അഹങ്കാരം, പൊങ്ങച്ചം എന്നതൊക്കെയാണ് അതിന് നൽകപ്പെടുന്ന വിശദീകരണമെന്ന് പറയുന്നത്. താനാണ് സമൂഹത്തിൽ വലിയവൻ, അതല്ലെങ്കിൽ താൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന ഒരു ബോധത്തോടു കൂടി ഒരു വ്യക്തി ജീവിക്കുക, ഇതിനെയാണ് തകബ്ബുർ, അഹങ്കാരം നടിക്കുക എന്ന് പറയുന്നത്. അതിനെയാണ് കിബർ എന്ന് പറയുന്നത്. കിബർ നടിക്കുന്നവൻ ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും വിജയിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖസസിലെ 83-ാമത്തെ വചനമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. അല്ലാഹു പറയാം, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ. തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോകം, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ. ഭൂമിയിൽ അഹങ്കാരം നടിക്കാത്തവർക്കും ഭൂമിയിൽ അരാജകത്വം വിതക്കാത്തവർക്കുമാണ് ആ പരലോകം നാം നിശ്ചയിച്ചിട്ടുള്ളത്, പരലോക വിജയം നാം നിശ്ചയിച്ചിട്ടുള്ളത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ആത്യന്തികമായിട്ടുള്ള വിജയം, അന്ത്യവിജയം എന്ന് പറയുന്നത് തഖ്വയുള്ള ആളുകൾക്കാണ്. കിബർ എന്ന് പറയുന്നത് തഖ്വയുമായി നിരക്കുന്ന സൽഗുണമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സമർത്ഥിക്കുന്നത്. വലിയ അഹങ്കാരിയാവാൻ പാടില്ല, അതല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അഹന്ത നടിക്കുന്നയാളാവാൻ പാടില്ല എന്ന് മാത്രമല്ല, അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലും ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ. അഹങ്കാരം, അണുമണി തൂക്കം ഹൃദയത്തിലുള്ളയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മിസ്ഖാലു ദർറ എന്നാണ്, അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം എന്ന് പറയുന്നത്. സ്വേച്ഛാധിപതികളും ഏകാധിപതികളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പക്ഷെ അത് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, അഹങ്കാരത്തിന്റെ ചെറിയൊരംശം നമ്മുടെ ഹൃദയത്തിലുണ്ടോ എങ്കിൽ സ്വർഗം അല്ലാഹു നമുക്ക് തടയപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം എന്ന് പറയുന്നത്. അഹന്ത നടിക്കാനുള്ള അവകാശം അല്ലാഹു വരെ മാത്രമാണ്. കാരണം അല്ലാഹു മാത്രമാണ് ഈ ഭൂമിയിൽ സ്വന്തമായിട്ടുള്ളവൻ. നമുക്കുള്ളതെല്ലാം എപ്പോഴും നശിച്ചു പോകാവുന്നതാണ്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായിട്ട് നമ്മോട് പറയാം, അൽ ഇസ്സു ഇസാരി വൽ കിബ്രിയാ ഉരിദാഇ ഫമൻ നാസഅനി ഫീഹി ഫഖദ് അസ്സബ്തുഹു. അൽ ഇസ്സു ഇസാരി, പ്രതാപം എൻ്റെ തുണിയാണ്, എൻ്റെ വസ്ത്രമാണ്. അല്ലാഹു പറയാൻ, പ്രതാപം എന്ന് പറയുന്നത് എൻ്റെ തുണിയാണ്. വൽ കിബ്രിയാ ഉരിദാഇ, അഹങ്കാരം എന്ന് പറയുന്നത് എൻ്റെ തട്ടമാണ്. ഫമൻ നാസഅനി ഫീഹി ഫഖദ് അസ്സബ്തു. ആരെങ്കിലും അഹങ്കാരത്തിന്റെ കാര്യത്തിൽ എന്നോട് തർക്കിക്കുകയാണെങ്കിൽ നിശ്ചയം ഞാൻ അയാളെ ശിക്ഷിക്കുന്നതാണ്, വലിയ പീഡനത്തിന് അയാൾ ഇരയാവുന്നതാണെന്ന് അല്ലാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അല്ലാഹു പറഞ്ഞതായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അഹങ്കാരത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും എന്നോട് തർക്കിച്ചാൽ നിശ്ചയം അയാളെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ, അഹന്ത നടിക്കാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. താനാണ് വലിയവൻ എന്ന ബോധം
അതാണല്ലോ അഹങ്കാരം. അങ്ങനെ ചിന്തിക്കാനുള്ള അവകാശം വലിയവനായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. മറ്റാരും വലിയവരല്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളും ഉടമസ്ഥനായ റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കേണ്ടുന്നവരും മാത്രമാണ്. പ്രപഞ്ചത്തിലെ എല്ലാം സ്വന്തമായി ഉടമപ്പെടുത്തിയവൻ അള്ളാഹു മാത്രമാണ്. മനുഷ്യന്റെ പക്കലുള്ളത് മുഴുവൻ അള്ളാഹുവിന് എപ്പോഴും തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. എൻ്റെ ശരീരം പോലും യഥാർത്ഥത്തിൽ എൻ്റേതല്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ശരീരം ഒരു നിശ്ചിത ഘട്ടമായി കഴിഞ്ഞാൽ ഞാൻ രോഗിയായി പോകുന്നുണ്ട്. എൻ്റെ തലമുടികളും എൻ്റെ താടിരോമങ്ങളും നരച്ചു പോകുന്നുണ്ട്. ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നതല്ല. എൻ്റെ ശരീരം രോഗിയാവണമെന്നോ അതല്ലെങ്കിൽ നിശ്ചിത ഘട്ടമാവുമ്പോൾ മരിക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ തലമുടികളും താടിരോമങ്ങളും നിരക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ശരീരം ശുഷ്കിച്ചു പോകുന്നു, ഞാൻ രോഗിയാവുന്നു. ഒരു ഘട്ടമാവുമ്പോൾ ഞാൻ മരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ മരിക്കുന്ന എനിക്ക് അഹങ്കരിക്കാൻ, നശിക്കുന്ന എനിക്ക് അഹങ്കരിക്കാൻ എന്ത് വകയാണുള്ളത്? എൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരിലാണ് ഞാൻ അഹങ്കരിക്കുന്നതെങ്കിൽ ഒരു പൊള്ളലേറ്റാൽ വിരൂപമാവുന്നതല്ലേ എൻ്റെ ശരീരം എന്ന് പറയുന്നത്? എൻ്റെ ബുദ്ധിശക്തിയുടെ പേരിലാണ് ഞാൻ അഹങ്കരിക്കുന്നതെങ്കിൽ എൻ്റെ തലച്ചോറിൽ ഒരു നാഡിക്ക് തകരാറ് സംഭവിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഞാൻ മനോരോഗിയായിട്ട് മാറുകയാണ്. എൻ്റെ ആരോഗ്യത്തിൻ്റെ പേരിലാണ് ഞാൻ അഹങ്കരിക്കുന്നതെങ്കിൽ എൻ്റെ ഹൃദയ ധമനിക്കൊന്ന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ രോഗിയോ അതല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നവനോ അതല്ലെങ്കിൽ എൻ്റെ വൃക്കയുടെ പ്രവർത്തനം നിലക്കുന്നവനോ ഒക്കെ ആയിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എൻ്റെ ഡ്രൈവിംഗ് ഒന്ന് ചുവട് പിഴച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈവിംഗ് ചുവട് പിഴക്കണമെന്നില്ല. എൻ്റെ എതിർദിശയിൽ നിന്ന് വരുന്നയാള് ഒരല്പനേരത്തേക്ക് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നശിക്കുന്നതേ എൻ്റെ ജീവിതമുള്ളൂ എന്നുള്ളതാണ്. ഈ തിരിച്ചറിവ് ഇല്ലാത്തവനാണ് അഹങ്കാരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അഹങ്കാരം, അതിൻ്റെ ശിക്ഷ ചെറുതല്ല, വലിയ ശിക്ഷ, ഭീകരമായ ശിക്ഷയാണ് അല്ലാഹു നാളെ പരലോകത്ത് അഹങ്കാരികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാല ദർരി ഫീ സൂറത്തി റിജാൽ. മനുഷ്യരൂപമുള്ള ഉറുമ്പുകളുടെ രൂപത്തിലായിരിക്കും നാളെ മഹ്ശറിൽ അല്ലാഹു തആല അഹങ്കാരികളെ ഒരുമിച്ച് കൂട്ടുക. മനുഷ്യന്റെ രൂപം ഉണ്ടാവും, പക്ഷെ ഉറുമ്പിന്റെ കോലം. മനുഷ്യന്റെ രൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വലിപ്പം, മനുഷ്യന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഈ രൂപമല്ല, മനുഷ്യന്റെ വലിപ്പമുള്ള ഉറുമ്പിന്റെ രൂപം. ആ രീതിയിലായിരിക്കും നാളെ പരലോകത്തെ അഹങ്കാരികളെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയവൻ താനാണെന്ന് വിചാരിച്ചിരുന്നയാളായിരുന്നു അഹങ്കാരി. എന്നാൽ ഉറുമ്പിനോളം നിസ്സാരനാണ് നീയെന്ന് അല്ലാഹു തആല മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ഉറുമ്പിന്റെ രൂപം നൽകിക്കൊണ്ട്, മനുഷ്യന്റെ വലിപ്പത്തിൽ ഉറുമ്പിന്റെ രൂപം നൽകിക്കൊണ്ട്, എന്നിട്ട് പറയാൻ ഫയുസാഖൂന. തുടർന്ന് അല്ലാഹു തആല അയാളെ നയിക്കുകയാണ്. അല്ലാഹു തആല അയാളെ തള്ളപ്പെടുകയാണ് ഇലാ സിജ്നി ജഹന്നം. ജഹന്നമാകുന്ന ജയിലിലേക്ക് അല്ലാഹു തആല മനുഷ്യനെ തള്ളപ്പെടുകയാണ്. വയുസ്ഖൗന മിൻ അസ്വാറത്തി അഹ്ലുൻ നാർ. അങ്ങനെ നരകവാസികളുടെ ചീഞ്ചലത്തിൽ നിന്ന് അയാൾ കുടിപ്പിക്കപ്പെടുന്നതാണ്. യഗ്ശാഹുമുദ്ദുല്ലു മിൻ കുല്ലി മകാൻ. നിന്യത എല്ലാ ഭാഗത്തു നിന്നും അയാളെ മൂടുന്നതായിരിക്കും. ഉറുമ്പിന്റെ രൂപം നൽകിക്കൊണ്ട് നരകത്തിലേക്ക് അയാളെ നയിക്കപ്പെടും. നരകവാസികളുടെ ചീഞ്ചലത്തിൽ നിന്ന് അയാൾ കുടിപ്പിക്കപ്പെടും. നരകം പറയും, അന്നേരം നരകം പറയും, ഫിയൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ. അതേ, എൻ്റെ കൂടെ ജീവിക്കേണ്ടുന്നവരാണ്, അതല്ലെങ്കിൽ എന്നിൽ ജീവിക്കേണ്ടുന്നവരാണ് ഈ അഹങ്കാരികളും ഈ ഏകാധിപതികളുമെല്ലാം എന്ന് നരകം പറയും എന്ന് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അല്ലാഹു ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത ദുർഗുണമാണ്, ദുസ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ആ അഹങ്കാരം ഇബ്ലീസിൽ നിന്നാണ് തുടങ്ങുന്നത്. റബ്ബിന്റെ കൽപ്പന ആദ്യമായി തിരസ്കരിക്കപ്പെടുന്നത് അഹങ്കാരത്തിന്റെ പേരിലായിരുന്നു. ഇബ്ലീസാണ് തിരസ്കരിച്ചത്. അതാണ് അല്ലാഹു പറഞ്ഞത്, വൈദ ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. അല്ലാഹു തആല മലക്കുകളോട് ആദം അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. എന്താ ഇബ്ലീസ് പറഞ്ഞത്? ഖലഖതനീ മിൻ നാരിൻ വ ഖലഖതഹു മിൻ തുയ്യിൻ. എന്നെ പടച്ച തമ്പുരാനെ നീ അഗ്നിയിൽ നിന്നാണ് പടച്ചത്, ഈ ആദമനെ നീ പടച്ചത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് അഗ്നിയിൽ നിന്ന് പടക്കപ്പെട്ട ഒരാൾ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ഒരാളുടെ മുമ്പിൽ നമിക്കുകയോ സുജൂദ് ചെയ്യുകയോ എന്നതായിരുന്നു ഇബ്ലീസിന്റെ ചോദ്യം.
ഇബ്ലീസിന്റെ ഈ ചോദ്യത്തെ സംബന്ധിച്ചാണ് അഹങ്കാരം എന്ന് ഖുർആൻ പറഞ്ഞത്. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് വിസമ്മതിച്ചു, അഹങ്കാരിയായി. ഇബ്ലീസ് നിഷേധികളിൽ അകപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ അഹങ്കാരത്തിന്റെ വർത്തമാനം കൊണ്ടായിരുന്നു ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റിയത് എന്ന് ഖുർആൻ പറയാണ്. അല്ലാഹു പറയാണ്, ഖാല ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഫഇന്നക മിനസ് സാഗിരീൻ. ഇബ്ലീസിനോട് അല്ലാഹു പറയാണ്, നീ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണം. സ്വർഗ്ഗത്തിൽ ഇങ്ങനെ അഹങ്കരിച്ച് കഴിഞ്ഞുകൂടാൻ കഴിയില്ല. ഇങ്ങനെയുള്ള അഹങ്കാരികൾക്ക് ജീവിക്കാനുള്ളതല്ല സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫഖ്റുജ് ഫഇന്നക മിനസ് സാഗിരീൻ, നീ പുറത്തു പോകണം. നീ നിന്ദ്യന്മാരിൽ ജീവിക്കേണ്ടുന്നവരാണ്. നീ നിന്ദ്യനായിട്ട് ജീവിക്കേണ്ടുന്നവനാണ്. നീ പുറത്തു പോകണം. ഇബ്ലീസിനോട് അല്ലാഹു തആല പറയാൻ, ആദ്യമായിട്ട് റബ്ബിന്റെ കൽപ്പന തിരസ്കരിക്കപ്പെടുന്നത് അഹങ്കാരത്തിന്റെ പേരിലാണ്. അങ്ങനെ തിരസ്കരിച്ചത്, ധിക്കരിച്ചത് ഇബ്ലീസായിരുന്നു. ആ ഇബ്ലീസിന് അതിലൂടെ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്ന് പറയുന്ന ഭീകരമായ ശിക്ഷയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നും വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പൊ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തിയായിട്ട് ഭൂമിയിൽ ജീവിക്കുന്നതിന് മനുഷ്യന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അവന്റെ വഴിയിൽ, അവന്റെ സന്മാർഗത്തിൽ, അവൻ നൽകിയ വെളിച്ചത്തിൽ ജീവിക്കുന്നതിൽ മനുഷ്യന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം അഹങ്കാരമാണ്. പ്രവാചകന്മാരുടെ പ്രബോധനം അവര് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചപ്പോ പ്രബോധിത സമൂഹത്തിൽ വലിയൊരു വിഭാഗം അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്നത് അവരുടെ അഹങ്കാരം കൊണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പലയിടങ്ങളിലും ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം പറയുമ്പോൾ ഖുർആൻ പറയാൻ, ഒരു നാഗരിക സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് വന്ന പ്രവാചകൻ എന്ന നിലയിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തെ നമുക്ക് വായിക്കാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനത, ധിക്കാരികളായ ജനത അദ്ദേഹത്തോട് പറഞ്ഞ വർത്തമാനം എന്താ? വമാ നറാ ലക്കും അലൈനാ മിൻ ഫളലിൻ ബൽ നദുന്നുക്കും കാദിബീൻ. വമാ നറാ ലക്കും അലൈനാ മിൻ ഫളലിൻ. ഓ നൂഹ്, താങ്കൾക്ക് ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. എന്തിന് ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കണം? താങ്കളെ പ്രവാചകനായിട്ട് എന്തിന് ഞങ്ങൾ അംഗീകരിക്കണം? താങ്കൾക്ക് ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ബൽ നദുന്നുക്കും കാദിബീൻ. ഞങ്ങൾ നിങ്ങളെ വ്യാജന്മാരിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വ്യാജന്മാരിലാണ് താങ്കൾ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയും താങ്കൾക്കില്ല. താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു പ്രമാണിയൊന്നുമല്ല. താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു മുതലാളിയല്ല. അതല്ലെങ്കിൽ മേൽത്തട്ടിൽ നിൽക്കുന്ന ഒരാളുമല്ല താങ്കൾ. എന്തിന് ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കണം? ഇതാണ് അവർ ചോദിച്ചത്. അഹങ്കാരമാണ് അവരുടെ ചോദ്യം. അഹങ്കാരത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയോട് ഫറോവയുടെ ആളുകൾ, ഫിറഔനും കൂട്ടരും ചോദിച്ചതും ഇതേ ചോദ്യമാണ്. അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ. അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ. ഞങ്ങളെപ്പോലത്തെ രണ്ടാളുകളുടെ അവരിൽ ഞങ്ങൾ വിശ്വസിക്കുകയോ, ഞങ്ങളെപ്പോലത്തെ രണ്ടാൾക്കാര് അവരിൽ ഞങ്ങൾ വിശ്വസിക്കുകയോ, സാധാരണക്കാരായ രണ്ടാൾക്കാർ അവരിൽ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നതാണ് ഫിറഔന്റെ ചോദ്യം. ഫിറഔന്റെയും ഖൗമു ഫിറഔന്റെയും ചോദ്യം, ഫിറഔന്റെ ജനതയുടെയും ചോദ്യം അതായിരുന്നു. വഖൗമുഹുമാ ലനാ ആബിദൂൻ. ഞങ്ങളെപ്പോലത്തെ രണ്ട് മനുഷ്യർ എന്ന് മാത്രമല്ല പറഞ്ഞത്, വഖൗമുഹുമാ ലനാ ആബിദൂൻ. ആ രണ്ടുപേരുടെയും ജനത ഞങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഇസ്രായേലിയരാണ്. ഞങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണവർ. ഞങ്ങൾ അവരുടെ രാജാക്കന്മാരാണ്. ഞങ്ങൾ ഏതൊരു ജനതയുടെ മേൽ അധീശത്വം വഹിക്കുന്നവോ ആ ജനതയിൽ നിന്ന് നിയുക്തരായ രണ്ടാളുകളിൽ ഞങ്ങൾ വിശ്വസിക്കുകയോ, ഇതായിരുന്നു അവരുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇതും അഹങ്കാരത്തിൽ നിന്ന് വന്ന ചോദ്യമായിരുന്നു. അങ്ങനെ പ്രവാചകൻ വരികയായിരുന്നുവെങ്കിൽ അത് ഫിർഔന്റെ ജനതയിൽ നിന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അത് സമൂഹത്തിന്റെ മേൽത്തട്ടിൽ നിന്നായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ അത് മേൽത്തട്ടിൽ നിന്നല്ല, അത് ഇസ്രായേലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അഹങ്കാരമായിരുന്നു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനത ചോദിച്ചതും ഇതേ ചോദ്യമാണ്. ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖർയതൈനി അളീം.
ലൗലാ നുസ്സില ഹാദൽ ഖുർആനു, എന്തുകൊണ്ട് ഈ ഖുർആൻ ഇറങ്ങിയില്ല? അലാ റജുലുൻ മിനൽ ഖറിയതൈനി അലീം, ആ രണ്ട് ഗ്രാമങ്ങളുണ്ടല്ലോ, ആ രണ്ട് വലിയ ഗ്രാമങ്ങൾ, ആ രണ്ട് വലിയ ഗ്രാമങ്ങളിലുള്ള ഏതെങ്കിലും രണ്ട് പ്രമാണിമാരുടെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആനിക വചനങ്ങൾ ഇറങ്ങിയില്ല? നിന്റെ മേലാണോ ഈ ഖുർആൻ ഇറങ്ങുക? നിനക്കാണോ ഈ ഖുർആൻ ഇറങ്ങുക? നീ അങ്ങനെ സമൂഹത്തിലെ സമ്പന്നനായി ജീവിക്കുന്ന ഒരാളല്ലല്ലോ, സാധാരണക്കാരനായ ഒരാളല്ലേ. എന്തുകൊണ്ട് ത്വായിഫിലെയും മക്കയിലെയും, അതാണ് രണ്ട് ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്, ത്വായിഫിലെയും മക്കയിലെയും രണ്ട് പ്രമാണിമാർക്ക് എന്തുകൊണ്ട് ഈ ഖുർആൻ ഇറക്കി കൊടുത്തില്ല? അങ്ങനെ പ്രമാണിമാർക്ക് ഇറക്കി കൊടുത്തിരുന്നുവെങ്കിൽ, ആ പ്രമാണിമാർ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി, ഇത്രയും ഞാൻ വിശദീകരിച്ചത് മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രബോധനത്തിൽ നിന്ന് ആ ജനത അകന്നു പോവാനുള്ള വലിയൊരു കാരണമെന്ന് പറയുന്നത് അവരുടെ അഹങ്കാരമായിരുന്നു. ആ അഹങ്കാരത്തിന്റെ നാശം, ആ അഹങ്കാരത്തിന്റെ പതനം ഇഹത്തിലും പരത്തിലും നാശമാണ്. അഹങ്കാരികൾ ഉന്മൂലനം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അന റബ്ബുക്കുമുൽ അഅ്ലാ, ചരിത്രം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഫിർഔനെയാണ്. ഞാനാണ് ഭൂമിയിൽ ഏറ്റവും വലിയ റബ്ബ്, ഏറ്റവും ഉന്നതനായ റബ്ബ്. നിങ്ങൾക്കൊക്കെ വേറെ ദേവന്മാരെയൊക്കെ പൂജിക്കാം, പക്ഷേ അതിൻ്റെയൊക്കെ മേലെയുള്ള റബ്ബ് ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദിവ്യൻ. രാഷ്ട്രീയ ആത്മീയ രംഗത്തെല്ലാമുള്ള ഏറ്റവും വലിയ ദിവ്യൻ താനാണെന്നുള്ള വാദമായിട്ടായിരുന്നു അന്നത്തെ രാജാവ് ഫിർഔൻ രംഗപ്രവേശം ചെയ്തത്. പക്ഷേ ചെങ്കടലിൽ മുങ്ങി നശിക്കുക എന്ന പരിണിതിയാണ് ഫിർഔൻ അനുഭവിച്ചത്. നമുക്കറിയാം, ഒരു മുഹറം 10 ഫിർഔന്റെ നാശത്തെ സംബന്ധിച്ചുള്ള ചരിത്രമെല്ലാം പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്. ആ നാശമുണ്ടായി. എന്തിന്റെ പേരിലായിരുന്നു ആ നാശമെന്ന് ചോദിച്ചാൽ, അധികാരത്തിന്റെ പേരിലുള്ള അഹങ്കാരം. അധികാരത്തിന്റെ പേരിലുള്ള അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് ഖുർആൻ ഫിർഔൻ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അധികാരത്തിന്റെ പേരിലുള്ള അഹങ്കാരം. ആ ഫിർഔൻ നശിച്ചു, ഫിർഔൻ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്, ഫിർഔനെ നശിപ്പിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെ പേരിലുള്ള അഹങ്കാരം. വലിയ പണ്ഡിതനാണ്, വലിയ അറിവാളനാണ്. ആധുനിക ലോകത്തിന്റെ അഹങ്കാരം എന്ന് പറയുന്നത് അറിവിന്റെ അഹങ്കാരമാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഹങ്കാരമാണ്. ആധുനിക ലോകത്തിന്റെ പൊങ്ങച്ചം എന്ന് പറയുന്നത്, ലോകം ഒരുപാട് മുന്നോട്ട് പോയി. അങ്ങനെയാണ് കുറെ ആളുകൾ അഹങ്കാരത്തോടു കൂടി എത്തിസ്റ്റുകളായി ദൈവത്തെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു അഹങ്കാരമാണ് സത്യത്തിൽ. ഈ അഹങ്കാരം ആദ്യമായി പ്രകടിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ ഈ അഹങ്കാരത്തിന്റെ, ജ്ഞാനത്തിന്റെ പേരിലുള്ള, അറിവിന്റെ പേരിലുള്ള, സാങ്കേതിക വിദ്യയുടെ പേരിലുള്ള അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ട് ഖുർആൻ അവതരിപ്പിക്കുന്ന ഖാറൂനെയാണ്. ഖാറൂൻ പറയുന്നുണ്ട്, ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് ഈ സ്വത്തൊക്കെ ലഭിച്ചത് എൻ്റെ അറിവ് കൊണ്ടാണ്, ഞാൻ കണ്ടെത്തിയ സാങ്കേതികമായിട്ടുള്ള മികവ് കൊണ്ടാണ്, എൻ്റെ അറിവ് കൊണ്ടാണ്. അന്നത്തെ കാലത്തെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം. വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉന്നതമായ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഖാറൂന്റെ അഹങ്കാരം വരുന്നത്. പക്ഷെ ഖാറൂനെയും അല്ലാഹു നശിപ്പിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ഖാറൂനും ഭൂമിയിൽ നിലനിൽപ്പുണ്ടായില്ല, കാരണം അഹങ്കാരികൾക്ക് ഭൂമിയിൽ നിലനിൽപ്പുണ്ടാവില്ല. ഖുർആൻ പറയാണ് ഖാറൂന്റെ നാശത്തെ സംബന്ധിച്ച്, ഫഖസഫനാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്. ആ ഖാറൂൻ അല്ലാഹു തആല ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. ഖാറൂന്റെ വീടിനെ അടക്കം അല്ലാഹു തആല ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് ഖാറൂനെ രക്ഷപ്പെടുത്താൻ ഒരു സംഘത്തിനും സാധ്യമായില്ല. ഖാറൂനെ സഹായിക്കാൻ ഒരു സംഘത്തിനും സാധ്യമായില്ല. എത്രയോ ആളുകൾ അന്തസ്സോടെ അഹങ്കാരത്തോടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്രയോ ആളുകൾ കൂടെ ഉണ്ടാവും. പക്ഷേ ഖുർആൻ പറയാണ്, ഖാറൂൻ നശിച്ചുപോയ ഘട്ടത്തിൽ ഖാറൂനെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായില്ല, ഒരു സംഘവും ഒരു കൂട്ടരും ഖാറൂന്റെ കൂടെ ഉണ്ടായില്ല എന്നാണ്. സഹോദരങ്ങളെ, അതാണ് അറിവിന്റെ പേരിലുള്ള അഹങ്കാരം. അത് നശിച്ചു പോകുന്ന രംഗം ഖുർആൻ പറയാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ സമ്പത്തിൽ അഹങ്കരിച്ച മനുഷ്യന്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ ധാരാളം ചരിത്രങ്ങളിൽ ഒരു ചരിത്രം സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഒരു മനുഷ്യന്റെ ചരിത്രമാണ്. അത് മറ്റാരുമല്ല, ഒരു തോട്ടക്കാരനായിരുന്നു. ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും മനോഹരമായ തോട്ടം അല്ലാഹു തആല അയാൾക്ക് സമ്മാനിച്ചു. ആ തോട്ടത്തിന്റെ നടുവിലൂടെ മനോഹരമായിട്ടുള്ള ഒരു അരുവിയും അല്ലാഹു തആല ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്, ഒഴുക്കി കൊടുത്തു. ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും മനോഹരമായ തോട്ടത്തിനിടയിലൂടെ ഒഴുകുന്ന മനോഹരമായിട്ടുള്ള ഒരു അരുവി.
റബ്ബ് നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കേണ്ട ആ മനുഷ്യൻ, അയാളുടെ കൂട്ടുകാരൻ അയാളോട് പറയുന്നുണ്ട്, പടച്ചവനെ നീ നന്ദി പ്രകാശിപ്പിക്കണം എന്ന്. പക്ഷേ അയാൾ അഹങ്കരിക്കുകയായിരുന്നു. അഹങ്കരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ആ തോട്ടക്കാരൻ പറഞ്ഞു, അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ, ഞാൻ നിന്നെക്കാൾ സമ്പത്തും സന്താനങ്ങളുമുള്ള ആളാണ്, നിന്നെക്കാൾ സമ്പത്ത് എനിക്കുണ്ട്, നിന്നെക്കാൾ സന്താനങ്ങളും അനുയായികളും എനിക്കുണ്ട്. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. ഖുർആൻ പറയാൻ, അങ്ങനെ ആ മനുഷ്യൻ അഹങ്കാരത്തോടുകൂടി സ്വന്തത്തോട് അതിക്രമം ചെയ്തുകൊണ്ട് തന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു എന്നാണ്. അഹങ്കാരത്തോടുകൂടി തോട്ടത്തിൽ പ്രവേശിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയാൻ, മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഈ തോട്ടം ഒരു കാലത്തും നശിച്ചു പോവുകയില്ല. എന്റെ ഈ തോട്ടമുണ്ടല്ലോ, ഈ തോട്ടം ഒരു കാലത്തും നശിച്ചു പോവുകയില്ല. അഹങ്കാരത്തോട് ആ മനുഷ്യൻ പറയാൻ, റബ്ബിന് നീ നന്ദി പ്രകാശിപ്പിക്കുക മനുഷ്യ എന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോ അയാൾ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുന്ന വർത്തമാനമല്ല പറഞ്ഞത്. അയാൾ പറഞ്ഞു, ഞാൻ നിന്നെക്കാൾ സമ്പത്തും സന്താനങ്ങളും അനുയായികളും ഉള്ളയാളാണ്, എന്റെ ഈ തോട്ടമൊന്നും ഒരു കാലത്തും നശിച്ചു പോവില്ല. ഈ അഭിവൃദ്ധിയൊക്കെ എന്നെന്നും എന്റെ കൂടെ നിലനിൽക്കുന്നതാണ്. അല്ലാഹു പറയാണ് തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന്, വഉഹീത ബിസമരിഹി ഫഅസ്ബഹ യുകല്ലിബു ഖഫൈഹി അലാ മാ അൻഫഖ ഫീഹാ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ വയഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദാ. ഖുർആൻ പറയാൻ, വഉഹീത ബിസമരിഹി, അള്ളാഹുവിന്റെ ശിക്ഷ അയാളുടെ തോട്ടത്തെ വലയം ചെയ്തു എന്നുള്ളതാണ്. കായ്ക്കനികൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടത്തെ അള്ളാഹുവിന്റെ ശിക്ഷ വലയം ചെയ്തു. ഫഅസ്ബഹ യുകല്ലിബു ഖഫൈഹി അലാ മാ അൻഫഖ ഫീഹാ, അയാൾ ആ തോട്ടത്തിന് വളമയിടാൻ വേണ്ടിയും ആ തോട്ടത്തിന് ജലസേചനം നിർവഹിക്കാൻ വേണ്ടിയും ചെലവഴിച്ച തുകയോർത്തുകൊണ്ട് ആ മനുഷ്യൻ തന്റെ കൈകൾ മേലോട്ടുയർത്തുകയാണ്. അള്ളാന്റെ ശിക്ഷ വന്നുകൊണ്ട് ആ തോട്ടത്തെ അല്ലാഹു തആല നശിപ്പിക്കുകയാണ്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ, ആ തോട്ടം അതിന്റെ പന്തൽ സഹിതം ഭൂമിയിൽ നിലംപതിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇയാൾ പറയാണ്, വയഖൂലു യാ ലൈതനി ലമുശ്രിക് ബിറബ്ബി അഹദാ, പടച്ചതമ്പുരാനെ ഞാൻ നിന്നിൽ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതൊരു തരം ശിർക്കാണ്. ഞാൻ നിന്നിൽ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. ഈ തോട്ടത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ താനാണെന്നതുപോലെ ആ മനുഷ്യൻ പെരുമാറി എന്നുള്ളതാണ് ആ മനുഷ്യൻ ചെയ്ത ശിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ അവസാനിപ്പിച്ചത്, യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദാ, എന്റെ രക്ഷിതാവിൽ ഞാൻ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സഹോദരങ്ങളെ, ഈ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഗർവാണ് ഇന്ന് ലോകത്തുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഗർവ് നമ്മളെ പിടികൂടാൻ പാടില്ല, ആ ഗർവ് വിശ്വാസികളെ പിടികൂടാൻ പാടില്ല. ആ ഗർവിൽ നിന്ന് ഒരംശം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ അതിലൂടെ നഷ്ടപ്പെടുന്നത് സ്വർഗമാണ്, ഇഹലോകവും നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇഹലോകത്തും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പേരിലുള്ള വലിയ അഹങ്കാരമാണ് ഇന്ന് അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത്, ഗസയിലെ പെൺമക്കളെ സ്ത്രീകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, ദുർബലരായ ജനവിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അഹങ്കാരത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് എല്ലാ ആഴ്ചയും ഗസ ഗസ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗസ പറയാതെ ഒരാഴ്ചയും നമുക്കിനി കടന്നു പോവാൻ കഴിയാത്ത അത്ര ഭീകരമായ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഗസയിലെ ജനതയ്ക്ക് അല്ലാഹു തആല ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ സ്ത്രീകൾക്ക്, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഈ ദുരിതത്തിൽ നിന്ന് കരകയറാനുള്ള അവസരം പടച്ചതമ്പുരാനെ നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരെ നീ സഹായിക്കണമേ തമ്പുരാനെ. സഹോദരങ്ങളെ, ഗസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അതുപോലെ തന്നെ അവിടുത്തെ ദുർബല ജനവിഭാഗങ്ങളെയും അമേരിക്കയും ഇസ്രയേലും നിരന്തരമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചേതോവികാരവും അഹങ്കാരമാണ്, പൊങ്ങച്ചമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഈ പൊങ്ങച്ചത്തിന് ഏറെ നാൾ നിലനിൽക്കാൻ സാധിക്കില്ല. ഇപ്പോഴും നിങ്ങൾ അതാണോ പറയുന്നത് എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അമേരിക്കക്കും ഇസ്രയേലിനും അവരുടെ പൊങ്ങച്ചത്തിന് ഏറെ നാൾ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ കൃത്യമായ വർത്തമാനങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെ വിലയിരുത്തേണ്ടി വരുന്നത്. നമ്മൾ ഇന്ന് കാണുന്നു, ലോകത്ത്
ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ ബീജാവാപം ചെയ്യാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പലരും ഇന്ന് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം എന്ന് പറയുന്ന ആശയവുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ പ്രതീക്ഷ നൽകുന്ന ഘടകം എന്ന് പറയുന്നത്. ബ്രിട്ടൻ അടക്കമുള്ള, ആസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ മാത്രമല്ല, പല യൂറോപ്യൻ രാജ്യങ്ങളും പല പാശ്ചാത്യ രാജ്യങ്ങളും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഫലസ്തീന്റെ കൂടെ നിൽക്കാൻ തയ്യാറായി കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിൽ അതുകൂടി നമ്മൾ വായിക്കണം. ഫലസ്തീനികൾക്ക് ദുരിതമുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രയാണങ്ങളുണ്ട്. അവര് പാലായനം ചെയ്യുന്ന ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഗസയുടെ കൂടെ നിൽക്കാൻ ഫലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന സ്വതന്ത്രമായ ആശയത്തെ ധൈര്യസമേതം ലോകത്തോട് വിളിച്ചു പറയാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പലരും തയ്യാറായിരിക്കുന്നു എന്നതാണ് ഈ പ്രതിസന്ധികൾക്കിടയിൽ നമുക്ക് നൽകുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്. അഹങ്കാരത്തിന്റെ നിലനിൽപ്പുണ്ടാവില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അഹങ്കാരം തുടരുകയാണ്. നെതന്യാഹുവിന്റെ അഹങ്കാരം തുടരുകയാണ്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഫലസ്തീൻ എന്ന രാഷ്ട്രമുണ്ടാകില്ലെന്നാണ് നെതന്യാഹു പറയുന്നത്. പക്ഷേ അത് നെതന്യാഹുവിന്റെ സ്വപ്നമാണ്. ഫിർഔനും കാറൂനും ഹിറ്റ്ലറും മുസോളിനിയും പോയ ലോകത്തേക്ക് സൈനിസവും നെതന്യാഹുവും സാമ്രാജ്യത്വവും എല്ലാം മടങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അഹങ്കാരത്തിന്റെ ലാഞ്ചനകളില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ സമ്പത്തും ജീവിത സൗകര്യങ്ങളുമെല്ലാം നമ്മിൽ പലരിലും പല കുടുംബങ്ങളിലും വല്ലാത്ത ഒരു പൊങ്ങച്ചത്തിലേക്ക് അവരെ നയിക്കുന്നു എന്നുള്ളതാണ്. അത് കാണാതിരുന്നുകൂടാ. അഹങ്കാരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കല്യാണങ്ങളും എടുത്തു നോക്കിയാൽ പൊങ്ങച്ചം എത്രത്തോളം സമൂഹത്തിൽ വ്യാപിക്കുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ്. ധൂർത്തൻ കല്യാണങ്ങൾ, 1, 2, 3 4ഓളം ദിവസങ്ങൾ പച്ചക്കല്യാണവും മഞ്ഞക്കല്യാണവും അവിടെ നിന്ന് അങ്ങോട്ട് മൈലാഞ്ചി കല്യാണവും ഒക്കെയായിട്ട് നിരന്തരമായിട്ട് ദിവസങ്ങളോളം തുടർന്നു പോകുന്ന കല്യാണങ്ങൾ. ഗസയിലെ കുഞ്ഞുങ്ങൾ ഒരു വശത്ത് പട്ടിണി കിടന്ന് നരകിക്കുമ്പോഴും നമ്മളിവിടെ ധൂർത്തിന്റെ ഒരു സംസ്കാരം കാഴ്ചവെക്കുന്നുവെങ്കിൽ എത്രത്തോളം സാമൂഹിക ബോധവും ദൈവിക ബോധവും ഇത്തരക്കാർക്കുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെലവഴിക്കേണ്ടത്. അത് ദൂർത്തടിക്കാൻ വേണ്ടിയല്ല, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്. അതാ ഖുർആൻ പറഞ്ഞത്, വലാ തുബസ്സിറ തബ്ദീറാ. ഒരു ദൂർത്തടിക്കൽ നിങ്ങൾ ദൂർത്തടിക്കാൻ പാടില്ല. ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. നിശ്ചയം ദൂർത്തന്മാർ എന്ന് പറയുന്ന പിശാചിന്റെ കൂട്ടുകാരാണ്. പിശാച് എന്ന് പറയുന്നത് റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. റബ്ബിനോട് നന്ദികേട് കാണിക്കുന്ന പിശാചിന്റെ കൂട്ടാളികളായ ധൂർത്തന്മാരായിട്ട് വിശ്വാസികൾ അതപ്പതിച്ചു പോവാൻ പാടില്ല. അതുകൊണ്ട് ഈ മഞ്ഞക്കല്യാണവും പച്ചക്കല്യാണവും അതുപോലെ തന്നെ ഈ മൈലാഞ്ചി കല്യാണവും ഇങ്ങനെ നിരന്തരമായിട്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ധൂർത്തൻ ആഭാസങ്ങളുടെയും പേക്കൂത്തുകളുടെയും ഭാഗമായിട്ട് ഈമാനുള്ളവരെ മാറാൻ പാടില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിനയമാണ് വിശ്വാസിക്ക് വേണ്ടത്. ജീവിതത്തിലെ എല്ലാ ഇടപാടുകളിലും എല്ലാ ഇടപഴകലുകളിലും വേണ്ടത് വിശ്വാസിക്ക് വിനയമാണ്. അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. അഹങ്കാരം കൈവടിയണം. അഹങ്കാരം എന്ന് പറയുന്നത് അത് പൊങ്ങച്ചത്തോടു കൂടി സത്യത്തെ നിഷേധിച്ച് തള്ളലാണ്. ന്യായത്തെയും നീതിയെയും നിരാകരിക്കലാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വഗംതുൻ നാസ്, ആളുകളെ പുച്ഛത്തോടു കൂടി കാണുക, ആളുകളെ പരിഹാസത്തോടെ നിസ്സാര മനസ്സോടുകൂടി എല്ലാറ്റിനെയും നിസ്സാരമായി കണ്ടുകൊണ്ട് പുച്ഛ മനോഭാവത്തോടും പരിഹാസത്തോടും കൂടി സംസാരിക്കുന്നവരായി പുതുതലമുറ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചെറുപ്പക്കാർക്ക് പോലും അവർക്ക് മുതിർന്നവരോട് ആദരവില്ല, ബഹുമാനമില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മുതിർന്നവർ ആദരിക്കാത്തവൻ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. പക്ഷേ പുതുതലമുറക്ക് മുതിർന്നവരോട് ആദരവില്ലാത്ത പുതുതലമുറയായി പലപ്പോഴും പുതുതലമുറകൾ ന്യൂ ജനറേഷൻ പറയുന്ന ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് നമുക്കറിയാം, കളിയാക്കാനുള്ള ട്രോളുകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. അതിനുള്ള ഐക്കണുകളൊക്കെയുണ്ട്. അങ്ങനെയുള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഈ കാലത്ത് ഈ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മളോ നമ്മുടെ മക്കളോ നശിച്ചു പോവാൻ പാടില്ല. അതുകൊണ്ട് വിനയഭാവമുള്ളവരായി, അഹങ്കാരമില്ലാത്തവരായി. ഖുർആൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അഹങ്കാരം ചിലപ്പോൾ ഹൃദയത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഖുർആൻ പറഞ്ഞത് ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കണം എന്നുള്ളതാണ്. അഹങ്കാരം ഒട്ടുമേ ഇല്ലെന്ന ഭാവത്തോടെ ഭൂമിയിലൂടെ വലാ തംശി ഫിൽ അർളി മറഹാ, അഹങ്കാരത്തോടെ പൊങ്ങച്ചത്തോടെ ഭൂമിയിലൂടെ നടക്കരുതെന്ന ഖുർആൻ പറഞ്ഞത്. നടത്തത്തിലടക്കം വിനയം വേണം.
അതാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പൊന്നോമനെ, അദ്ദേഹത്തിന്റെ മകനെ നെഞ്ചോട് ചേർത്തിക്കൊണ്ട് നൽകുന്ന ഉപദേശം എന്താണ്? പൊന്ന മോനെ, ഭൂമിയിൽ വിനയാന്വിതനായിട്ട് നടക്കണം. നടത്തത്തിൽ പോലും വേറൊരാൾ കാണുമ്പോൾ നിനക്ക് അഹങ്കാരമുണ്ടെന്ന് തോന്നാൻ പാടില്ല. അത്രമാത്രം അപകടകരമായ ദുർഗുണമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിനയഭാവമുള്ള ജീവിതം, ആ ജീവിതം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ മാതൃകയായിട്ട് ആ ജീവിതം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനെ മാതൃകയാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അടിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടിമകളുള്ള കാലമായിരുന്നു അത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരടിമ ഇരിക്കുന്നിടത്ത് ഞാനിരിക്കും, ഒരടിമ ഇരിക്കുന്നിടത്ത് ഞാനിരിക്കും. ഒരടിമക്ക് കഴിക്കുന്ന ആഹാരം അത് എനിക്കും കഴിക്കാൻ, ഒരടിമ കഴിക്കുന്നതൊക്കെ ഞാനും കഴിക്കും, ഒരടിമ ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയമാണ്. ആ വിനയം വിശ്വാസികൾക്ക് എല്ലാവർക്കും വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാ തബാല അബ്ദുൻ ഇല്ലാ റഫഅഹുല്ലാഹ്. ഒരടിമയും വിനയം കാണിക്കുന്നില്ല, ആ വിനയത്തിലൂടെ അല്ലാഹു തആല ആ അടിമയുടെ പദവിയെ ഉയർത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹങ്കാരത്തിന്റെ സകല അടയാളങ്ങളെയും ചികിത്സിച്ച് പരിഹരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഞാൻ ആദ്യമായിട്ട് എന്നിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. എനിക്കും നിങ്ങൾക്കും സാധ്യമാവണം അഹങ്കാരത്തിന്റെ സകല ലാഞ്ചനകളെയും ചികിത്സിച്ചുകൊണ്ട് ഭേദപ്പെടുത്താൻ. ആ രോഗവുമായി പടച്ച റബ്ബിന്റെ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കില്ല എന്നുള്ള ബോധ്യം, സ്വർഗപ്രവേശനം നമുക്ക് നേടാൻ സാധിക്കില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് സ്വഹാബിമാർക്ക് ഒരു രീതി ഉണ്ടായിരുന്നു. എന്തെങ്കിലും അഹങ്കാരത്തിന്റെ ലാഞ്ചനകൾ ഹൃദയത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ എപ്പോഴും അവർ പരിശീലിക്കുമെന്നുള്ളതാണ്. സമ്പന്നനായൊരു സ്വഹാബി, ആ സ്വഹാബിയുടെ പേര് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി സമ്പന്നനാണ്, വലിയ പ്രസിദ്ധനായ സ്വഹാബിയാണ്. ആ സ്വഹാബി ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ വലിയൊരു ചുമട് ഇങ്ങനെ തലയിൽ വെച്ചിട്ടാണ് നടക്കുക. വലിയൊരു ചുമട് തലയിൽ വെച്ചിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു നടക്കുന്നത്. ആളുകൾ ചോദിച്ചു, താങ്കൾ അത്യാവശ്യം പൈസയും പ്രസിദ്ധിയും ഒക്കെ ഉള്ളയാളാണല്ലോ, എന്തിനാണ് ഇത്ര വലിയ ചുമടൊക്കെ തലയിൽ വെച്ചുകൊണ്ട്? ഒരു സാധുവിനെ പോലെ, ഒരു ഫക്കീറിനെ പോലെ, അതല്ലെങ്കിൽ ആളുകൾക്ക് ചുമട് വഹിച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന ഒരു കൂലിവേല നടത്തുന്ന ഒരാളെ പോലെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ സമ്പന്നനാണ്, അത് തന്നെയാണ് എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും എൻ്റെ ഹൃദയത്തിലേക്ക് കിബറിന്റെ അടയാളങ്ങൾ വന്നാലോ എന്ന് ഞാൻ ആശങ്കിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ എന്നാണല്ലോ. അഹങ്കാരത്തിന്റെ അണുമണിത്തൂക്കം ഹൃദയത്തിലുള്ളയാൾ വലിയ അഹങ്കാരി എന്നുള്ളതല്ല, അഹങ്കാരത്തിന്റെ അണുമണിത്തൂക്കം ഹൃദയത്തിലുള്ളയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ സകല ലാഞ്ചനകളും എന്നിലില്ല എന്നെനിക്ക് ഉറപ്പുവരുത്താൻ, ഞാൻ ഈ സമൂഹത്തിലെ ഒരാൾ മാത്രമാണ്, അതിനപ്പുറത്ത് എനിക്കൊരു മഹത്വവുമില്ല എന്ന് എപ്പോഴും എനിക്കെന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ പരിശീലിപ്പിക്കണം. വിനയാന്വിതരായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം നമുക്കും വേണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണം. റബ്ബ് തആല തവാളുഉള്ള, വിനയമുള്ള അവന്റെ യഥാർത്ഥ ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.